50% മാർക്കുള്ള കുട്ടി SSLCക്ക് +1 സീറ്റിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ വീട്ടുപടിക്കൽ റെക്കമെൻഡേഷൻ കത്തിന് വേണ്ടി എത്തിയതിന് ഈ കഴിഞ്ഞ തവണ ഞാൻ സാക്ഷിയാണ്, നിങ്ങളൊക്കെ സാക്ഷിയാണ്. എബവ് 95%. ഇവിടെ ഇബ്രാഹിം സാഹിബിനെ പോലുള്ളവരൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനമൊക്കെ നടത്തുന്നത് നമ്മളെ പലരും അതിലൊക്കെ ഇടപെടുന്നവരാണ്. ആ രീതിയിലുള്ള ഒരു വലിയ ശൂന്യത നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ചുരുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐക്യം തിരിച്ചു പിടിക്കണം, നമ്മുടെ സൗഹൃദം തിരിച്ചു പിടിക്കണം, നമ്മുടെ ജനക്ഷേമം തിരിച്ചു പിടിക്കണം. കഴിഞ്ഞ 10 കൊല്ലത്തെ രാഷ്ട്രീയം കേരളത്തിന് കൊടുത്ത നെഗറ്റീവിസത്തിൽ നിന്ന് മുക്തി നേടണം. അതാണ് ഏറ്റവും വലിയ സാംസ്കാരിക പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ മരച്ചോട്ടിൽ നമ്മളിരിക്കുമ്പോൾ മുമ്പ് ഇന്ത്യയുടെ വലിയൊരു മനുഷ്യൻ മരച്ചുവട്ടിൽ ഇരുന്നിരുന്നല്ലോ. ആ മരച്ചുവട്ടിലിരുന്ന ആ വലിയ മനുഷ്യൻ താടി നീണ്ട ജട പിടിച്ച മുടിയുമായി അദ്ദേഹത്തെ ഇന്ത്യയുടെ കാവൽക്കാരൻ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആ മരച്ചുവട്ടിൽ രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനത്തിലെ മരച്ചുവട്ടിൽ ഇന്ത്യക്ക് കാവൽ നിൽക്കും ഈ മനുഷ്യനാണ് ഗാന്ധിജി പറഞ്ഞത്. ഈ മെലിഞ്ഞ ഒറ്റ മനുഷ്യൻ, കോടിക്കണക്കിൽ ജനങ്ങൾ. ആ കാവൽ സാംസ്കാരികമായ കാവലാണ്. ആ സാംസ്കാരികമായ കാവൽ ദൗത്യവും കൂടി രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാക്കിക്കൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ സഹോദരി സ്ഥാനാർത്ഥി ഫാത്തിമ ദഹ്ലിയെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നാട്ടുകാരുടെ ഇടയിൽ, വോട്ടർമാരുടെ ഇടയിൽ, ജനമനസ്സിൽ അവർ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാനീ പറഞ്ഞ മെസ്സേജാണ് ഫാത്തിമ അവതരിപ്പിക്കുന്ന മെസ്സേജ്. ഫാത്തിമയ്ക്കൊരു സന്ദേശം നൽകാനുണ്ട്, ഫാത്തിമയ്ക്ക് പറയാനുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ളത് പോലും മാത്രമല്ല, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ പറയും. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മാറ്റത്തിനുള്ളതാണ്. ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ചട്ടുകങ്ങളായി നമ്മൾ മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സാംസ്കാരിക സംഗമത്തിന് തുടക്കം കുറിച്ചതായി, അത് ഉദ്ഘാടനം ചെയ്തതായി എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും